വറഹ്മത്തുള്ളാഹി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉഹദ് ശുഹദാക്കളുടെ ഖബർസ്ഥാനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ശത്രുപക്ഷത്തുണ്ടായിരുന്ന 3000 ആളുകൾ ഈ ഉഹദ് മല, അതിന്റെ സംഭവം നമ്മൾ പറഞ്ഞു. ആ ഉഹദ് മലയുടെ പിറകിലൂടെ വന്നിട്ടാണ് ആക്രമിക്കുന്നത്. പിന്നെ ജബൽ റൂമാത്ത് നമ്മൾ കണ്ടു. അതിന്റെ മുകളിലാണ് 50ഓളം അമ്പെയ്ത്തുകാരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയത്. അവിടെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് 50ഓളം അമ്പെയ്ത്തുകാരെ നിർത്തിയത്. 3000ഓളം കുഫാറുകളാണ് ഉണ്ടായിരുന്നത്. ആ 3000ഓളം ആളുകളോട് ഏറ്റുമുട്ടാൻ അവിടെ 1000ഓളം മുസ്ലിങ്ങളാണ് വന്നത്. ആ 1000ഓളം മുസ്ലിങ്ങളിൽ നിന്ന് 300 ആളുകൾ വഴിയിൽ നിന്ന് തിരിഞ്ഞുപോയി. മുനാഫിക്കുകൾ തിരിഞ്ഞുപോയി. ഈ ചൂടിന് നമ്മൾ എന്തിനാ വെറുതെ 3000 ആളുകളോട് ഏറ്റുമുട്ടിയിട്ട് പരാജയപ്പെടുന്നത് എന്ന് പറഞ്ഞ് പിന്നെ ബാക്കിയുള്ളത് 700 ആളുകളാണ്. ആ 700 ആളുകളിൽ 50 ആളുകളെയാണ് ജബൽ റൂമാത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 50 അമ്പെയ്ത്തുകാരെ നിലനിർത്തുന്നത്. ബാക്കി 650 ആളുകളാണ് യുദ്ധം ചെയ്യുന്നത്. ആ യുദ്ധക്കളമാണ് ഈ കാണുന്നത്. ആ യുദ്ധക്കളത്തിൽ പടപൊരുതിക്കൊണ്ട് ശത്രുപക്ഷത്തോട് ഏറ്റുമുട്ടി വിജയം നേടി ഒരു രംഗം. ആ വിജയം നേടിയ സമയത്താണ് ഇനി നമ്മൾ എന്തിനാണ് ആ ജബൽ റൂമാത്തിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അമീറിന്റെ കൽപ്പനക്ക് വിരുദ്ധമായി അവരിറങ്ങി വന്ന് ഇവിടെ ആ ഗനീമത്ത് സ്വത്ത്, യുദ്ധത്തിൽ അവശേഷിക്കുന്ന ഗനീമത്ത് സ്വത്ത് ശേഖരിക്കുന്ന സമയത്ത് അതിലേക്ക് വന്ന ആ ആളുകൾ അത് കണ്ടപ്പോ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അന്ന് ശത്രുപക്ഷത്താണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വളരെ വിദഗ്ധമായിക്കൊണ്ട് ഈ യുദ്ധക്കളത്തിലേക്ക് ചീറിപ്പാഞ്ഞു വരികയും വലിയ അക്രമം അഴിച്ചുവിടുകയും ചെയ്തു. പ്രവാചകന് പോലും പരിക്കേറ്റു. വല്ലാത്ത ഒരു അരക്ഷിതാവസ്ഥയുണ്ടായി. അവിടെ ഹംസ റളിയല്ലാഹു അൻഹു കൃത്യമായിട്ട് നിലകൊണ്ടു. അള്ളാഹുവിന്റെ ആ കെലിമത്തിന് വേണ്ടി അവിടെ ഷഹീദാവൻ. ഈ യുദ്ധത്തിലാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ പറിച്ചുകൊണ്ട് അത് നെഞ്ച് പിളർത്തിയിട്ട് ആ കരൾ പറിച്ചെടുത്ത് വായിലിട്ട് ചവച്ച് തുപ്പപ്പെട്ട അവസ്ഥയുണ്ടായത്. ഹിന്ദ് എന്ന പെണ്ണിന്റെ ആ ഒരു ആഗ്രഹം, വഹ്ഷി എന്ന് പറയുന്ന ആ ഒരു ചാട്ടുളി പ്രയോഗത്തിൽ വൈദഗ്ധ്യമുണ്ടായിരുന്ന ആള് അദ്ദേഹം അത് നിറവേറ്റുകയും ചെയ്തു. തന്റെ അരുമ സഖാക്കൾ ഇങ്ങനെ പടക്കളത്തിൽ ഷഹീദായി കിടക്കുന്നത് കണ്ടപ്പോ അതീവ വികൃതമായ രൂപത്തിൽ ആ രൂപത്തിൽ ഒരു ഷഹീദിനെ കണ്ടപ്പോ റസൂലുള്ള നോക്കിയപ്പോ ഹംസ റളിയല്ലാഹു അൻഹു ആണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരൊലിക്കുമാർ പ്രവാചകൻ വല്ലാതെ തേങ്ങിക്കരഞ്ഞുപോയ ആ ഒരു രംഗമായിരുന്നു അത്. അത്തരത്തിലുള്ള ഷഹീദുകൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർസ്ഥാൻ ഇവിടെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റേതുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന്റേതുണ്ട്, അതുപോലെ തന്നെ ഹല്ലല റളിയല്ലാഹു അൻഹു. ഈ 4 ഖബറുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒറിജിനൽ ഉഹദ് ശുഹദാക്കളുടെ ഖബർസ്ഥാനിൽ ഒരു പച്ചപ്പുതപ്പും ഇട്ടിട്ടില്ല എന്നതാണ്. ഇവരുടെ പേരിൽ ആരും തന്നെ നേർച്ച വഴിപാടുകൾ നടത്തുന്നില്ല എന്നതാണ്. ഇവിടെ ഒരു മഖാമും ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ്. ഇവിടെ എങ്ങാനും സൗദി ഗവൺമെന്റ് ഒരു നേർച്ചപ്പെട്ടി വെക്കുകയാണ് എങ്കിൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും സഹസ്രകോടികളായ ആളുകൾ ഹജ്ജിനും ഉംറക്കും വേണ്ടി വരുമ്പോ ഓരോ റിയാൽ ഇവിടെ ഇട്ടാൽ എത്രയോ മില്യൺ കണക്കിന് ഡോളറുകൾ ഇവിടെ ശേഖരിക്കാമായിരുന്നു. അങ്ങനെ ഒന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയത് കൊണ്ടാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരോധമുള്ളത് കൊണ്ടാണ് സൗദി ഗവൺമെന്റ് അത് ചെയ്യാത്തതും. പ്രാർത്ഥന അത് അള്ളാഹുവിന് മാത്രം, നേർച്ച അത് അള്ളാഹുവിന് മാത്രം. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥനയില്ല, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയില്ല. അവിടെ ഒരു മഖാമും ഉണ്ടാക്കേണ്ടതില്ല. അവർ പ്രാർത്ഥിച്ചതും പ്രവർത്തിച്ചതും ഏകനായ അള്ളാഹുവിന് മാത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹജ്ജ് സംഘം, KNM-ന്റെ ഹജ്ജ് സംഘം ഇവിടെ എത്തി നിൽക്കുമ്പോ നമുക്കുള്ള ദൌത്യം, ഇത് യാഥാർത്ഥ്യം നമ്മൾ ബോധ്യപ്പെട്ട നമുക്ക് നമ്മുടെ നാടുകളിൽ ശുഹദാക്കളുടെ പേര് പറഞ്ഞ്, ജാലങ്ങളുടെ പേര് പറഞ്ഞ്, മക്കാമുകളുടെ പേര് പറഞ്ഞ്, മഹാന്മാരുടെ പേര് പറഞ്ഞ് നേർച്ചക്കുറ്റികളും മക്കാമുകളും സ്ഥാപിക്കുന്ന അത്തരത്തിലുള്ള പ്രവണതയ്ക്ക് ഇസ്ലാമിൽ യാതൊരു പ്രസക്തിയുമില്ല, പിൻബലവുമില്ല എന്ന് നേർക്കുനേരെ കണ്ട് മനസ്സിലാക്കുകയാണ് നമ്മൾ. നമ്മുടെ ഉത്തരവാദിത്വം ഇത് കണ്ട് ബോധ്യപ്പെട്ട നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് ഇത് എത്തിക്കുകയും നമ്മുടെ നാടുകളിൽ നടക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് ശിർക്കൻ ആചാരമാണ്, മതത്തിലില്ലാത്തതാണ് എന്ന് സ്നേഹബുദ്ധിയ അത് പ്രബോധനം ചെയ്യുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അല്ലാഹു തആല മുവഹ്ഹിദുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാനും
അതനുസരിച്ച് മുന്നോട്ട് പോകുവാനും അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കുവാനും സർവ്വവിധത്തിലുള്ള തൗഫീഖും സർവശക്തൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.